ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പൊ നമ്മ ആലപ്പുഴയിലേക്ക് പോകണേട്ടോ. അപ്പൊ വെള്ളിക്കാന്റെ മോളെ വീട് ആലപ്പുഴയിലാണ്. ഞാനും നാത്തൂനും ചേട്ടത്തിയും മോളും കൂടി ആലപ്പുഴ പോയതാണ് കേട്ടോ. അപ്പൊ അവിടെ അടുത്ത് തന്നെയാണ് ആലപ്പുഴ ബീച്ച്. അപ്പൊ അവളടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ട്ടോ. അപ്പൊ അത് നല്ല ഭംഗിയുള്ള കമ്മലൊക്കെ ഉണ്ട് ട്ടോ അവിടെ. ജസ്റ്റ് ഞങ്ങൾ അങ്ങനെ നോക്കി. അപ്പൊ ആലപ്പുഴ ബീച്ചിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഏതായാലും ഇവിടെ വന്നതല്ലേ, ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് പോകാലോ എന്ന് ഓർത്തിട്ട്. പിറ്റേ മോനൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ നാലുപേരാണ് ഇപ്പൊ ആലുവന്ന് വന്നത് കേട്ടാ. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ആലപ്പുഴ ബീച്ച് എങ്ങനെ ഉണ്ടെന്ന് കാണാലോ അല്ലെ. കോട്ടൂജി ബീച്ച്, കുഴിപ്പുള്ളി ബീച്ച്, അങ്ങനെ കുറച്ച് ബീച്ച്, ചേറായി ബീച്ച് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആലപ്പുഴ ബീച്ചിൽ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇപ്പൊ വ്ലോഗ് ചെയ്തിട്ട് വ്ലോഗ് ചെയ്യാൻ മടിയാണ്. ഇപ്പൊ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാറ്. അപ്പൊ വ്ലോഗിലും അത്യാവശ്യം വ്യൂസ് ഒക്കെ തന്നെയാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പൊ എല്ലാവരും കൂടി കൂടുമ്പോ നല്ല രസമാണല്ലോ അല്ലെ. ഇപ്പൊ കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാലോ എന്ന് ഓർത്തിട്ട്. നല്ല കാറ്റുണ്ട് കേട്ടാ. അപ്പൊ നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഇവിടുന്ന് ട്രെയിനിൽ പോവാന്നായിട്ട് വിചാരിച്ചത്. കാരണം വന്നപ്പോ ബസ്സിൽ കയറിയിട്ട് ഭയങ്കര ദൂരം കുറെ 3 മണിയായി ഇവിടെ എത്തിയപ്പോ. പിന്നെ ബസ് കിട്ടാനും പാടായിരുന്നു. പോകുന്ന ഏതായാലും ട്രെയിനിന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാരും കൂടി ഇവിടെ ഇരിക്കണേന്. അപ്പൊ കഴിക്കാനായിട്ട് പേരൊക്കെ ഓറഞ്ച് ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭാബി. അപ്പൊ പിന്നെ കപ്പലണ്ടി വാങ്ങിച്ചു. നമ്മളത് അവിടെ നേരെ പാരച്ചൂട്ടൊക്കെ പറക്കണുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ബീച്ചാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് തിരക്കില്ലാത്ത ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോസും പിന്നെ കുറെ ഇങ്ങനെ നല്ല തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണേട്ടാ. ഞാൻ പേരൊക്കെ കഴിക്കണേ. അപ്പൊ പാരച്ചൂട്ടിലൊക്കെ കയറാനായിട്ട് നല്ല കാശാണ് ട്ടോ. നല്ല റേറ്റാണ്. 400 രൂപയൊക്കെയാണ് ഒരാൾക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പൊ കുറച്ചേരം ഇവിടെ ഇരുന്നതിനപ്പോ നമുക്ക് കടൽ കണ്ടാലോ എന്ന് ഓർത്തിട്ട്. ഇവിടത്തോളം വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പോണ ശരിയല്ലല്ലോ. കുറച്ച് കടലിന്റെ ആ ഭാഗത്ത് പോയി, കടലിലിറങ്ങല്ല, കടലിന്റെ ആ ഭാഗത്ത് പോയി നിന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാലോ എന്ന് ഓർത്തിട്ടാ. അപ്പൊ പോകാനായിട്ട് എഴുന്നേറ്റപ്പോ പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കണേട്ടാ. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാലോ എന്ന് ഓർത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കടലിന്റെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചത്. നമ്മളങ്ങോട്ട് ജസ്റ്റ് നടക്കണേട്ടാ. അപ്പൊ വെള്ളത്തിലൊന്നും ഇറങ്ങണില്ല കേട്ടാ. വെറുതെ ഇവിടെ നിന്ന് കുറച്ച് ഇവിടെ നിന്നിട്ട് നല്ലൊരു ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോകാലോ എന്ന് ഓർത്ത്. കണ്ട അത്യാവശ്യം നല്ല തിരക്കായി തന്നെയുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല ആസ്വദിച്ച് നിൽക്കാൻ നല്ല രസമാണല്ലേ. അപ്പൊ ഇടക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ നമുക്കും ഒരു സന്തോഷം അല്ലെ. എല്ലാരും കൂടി കൂടുമ്പോ നല്ല തമാശയും. ഒരാളോട്ടൊന്ന് കപ്പലിട്ട് കഴിക്കണ. അതെ ഈ മിഠായി കണ്ട പഴയ കാലം ഓർമ്മ വരും ആ മിഠായി കഴിക്കുമ്പോ. അപ്പൊ അയറാക്ക് തെല്ലിരിക്കണോന്ന് പറഞ്ഞിട്ട് അവന് ഫിഷിന്റെ അതില് കാലിട്ടിരിക്കണ 50 രൂപ ഉണ്ട് ഒരാൾക്ക്. അപ്പൊ വേണ്ട നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യും. അങ്ങനെ കുറെ ഇതിട്ടിട്ട് അത് ഇതിന്റെ ഉള്ളില് കാലിട്ടിട്ട് ഇരിക്കുമ്പോ. ഇതിന്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പൊ അവിടെ കാലിൽ വന്നിരിക്കുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ ഇക്കിളിയാകും ഇങ്ങനെ. നല്ല രസമാണല്ലേ. പക്ഷെ പേടിയാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ. മീനിങ്ങനെ വന്ന് കൊത്തോന്നൊക്കെ ഉള്ള ഒരു പേടി. അപ്പൊ അപ്പുറത്ത് വേറൊരു കൊച്ചിരിക്കണ്ട് കേട്ടാ. അപ്പൊ ഈ സൈഡിലായിട്ട് ഇതേ ഒരു കൊച്ചു തൂങ്ങി നിൽക്കണുണ്ട്. അങ്ങനെ തൂങ്ങി ഒരു 2 മിനിറ്റ് നിക്കണെങ്കിൽ 2000 രൂപ കിട്ടും കേട്ടാ. അപ്പൊ അത് തൂങ്ങി നിക്കണേട്ടാ. അപ്പൊ എത്ര മിനിറ്റ് നിക്കൂന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ 2 മിനിറ്റ് ആണെങ്കിൽ അതിന് 2000 രൂപ കിട്ടും. അപ്പൊ 1 മിനിറ്റ് ആകാനായിട്ടാ നിക്കണത്. അവിടെ എഴുതി വെച്ചിട്ടുള്ളത് 1 മിനിറ്റ് ആയുള്ളൂ. 1 മിനിറ്റ് ആയി. അപ്പൊ തന്നെ അത് വിട്ടിട്ട. കാരണം കൈ വേദന എടുക്കുന്നു തോന്നണ. 20 കമ്പിയല്ലേ. അപ്പൊ നമ്മളവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആ കൊച്ചിറങ്ങിയപ്പോ അതിന്റെ വാപ്പേണ്ട പിന്നെ നിന്നത്. അപ്പൊ ആർക്കായാലും 2 മിനിറ്റ് ഒന്നും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കമ്പിയാണ്. അപ്പൊ അവിടെ വന്ന കൊച്ചാണ്ട് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് കളിച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോണ്ട്. പിന്നെ പിള്ളേര് നല്ല രസമല്ല അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ടത് അവിടെ നിക്കുമ്പോ പേരച്ചിട്ട് മോളിൽ കൂടി പോണണ്ട. നമ്മൾ നിക്കണതിന്റെ മോളിൽ കൂടിയാണ് ട്ടാ. പക്ഷെ റേറ്റ് കൂടുതലാണ്. പിന്നെ പേടിയാണ് ട്ടോ. അതിന്റെ മുകളില് നല്ല ധൈര്യശാലികൾക്ക് ഇതൊക്കെ കേറാൻ പറ്റുള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ് കണ്ട. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ കേറാൻ പേടിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ചായ കുടിക്കാനായിട്ട് കടയിൽ വന്നേക്കണം.
അപ്പൊ അതേ ചായ കുടിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. അപ്പൊ അതേ മുളക് വെച്ച് പിന്നെ ബോണ്ട അങ്ങനെ കുറെ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ വെല്ലിക്ക മുളക് വെച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടാ എല്ലാവരും അതിന് എടുത്ത് കഴിക്കണ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ബോണ്ട ആയാലും അതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബോണ്ട വേറൊരു പ്രത്യേക ടേസ്റ്റ്, ഇവിടുത്തെ ബോണ്ട പോലെയല്ല, ഇവിടുത്തെ ബോണ്ട കൊള്ളാം. ഓരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റ് ആണല്ലോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ അമ്മ അങ്ങോട്ട് നടക്കണായിട്ട് ഒരു 6 മണി കഴിഞ്ഞിട്ട് അപ്പൊ 7:15 ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ അവിടെയും കൂടി കണ്ടിട്ട് അങ്ങോട്ട് പോകാലോ എന്ന് ഓർത്തിട്ട് അപ്പൊ സന്ധ്യ ആയപ്പോ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ വേറൊരു വ്യൂ അല്ലെ, എന്ത് ഭംഗിയാ കാണാനായിട്ട്. നമ്മ ഇവിടുന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ചെറിയ റീൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോട്ടെ, ലൈക്ക് അടിക്കണേ. അതുപോലെ തന്നെ വ്ളോഗും കാണണോട്ടാ. എന്റെ ഷോർട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ എല്ലാരും എന്റെ വ്ളോഗും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണോട്ടാ. അപ്പൊ നല്ല നല്ല വ്ളോഗുകൾ ഇടാനായിട്ട് എനിക്ക് തോന്നും, അല്ലെങ്കിൽ എനിക്ക് മടിയായിരിക്കും വ്ളോഗ് ഇടാനായിട്ട്. വെറുതെ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടും. അപ്പൊ വല്ലിക്കയും വല്യാബിയും ആയിരയും കൂടി നമ്മളെ ട്രെയിൻ കയറ്റാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കണ. അപ്പൊ നമ്മ 4 പേര് ആണുങ്ങളില്ലല്ലോ, നമ്മ നിർസ്യം പിന്നെ നമ്മ 3 പെണ്ണുങ്ങളുമാണ് ഉള്ളത്. അപ്പൊ പേടിയാണ് ആണുങ്ങളില്ലാണ്ട് ട്രെയിനിൽ കയറാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ട്രെയിനിൽ കയറ്റിയിട്ടാണ് ട്ടാ അവര് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ നമ്മളെ ട്രെയിനിൽ കയറണം ഒന്നും നടത്തില്ല കേട്ടോ, കയറിയതാണ്. നല്ല തിരക്കുണ്ട്. അപ്പൊ കുറച്ചേരം കഴിഞ്ഞപ്പോ നമുക്ക് സീറ്റ് കിട്ടി. ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.